നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തത്? നോക്കിയേ. ഓ ആരേത്? അമ്മവാ, ഇവളെ കുളിപ്പിക്കണ്ടേ? അതിപ്പോ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അമ്മമാര് കൈകാര്യം ചെയ്ത പോലെ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാൻ മോനെ, നമുക്ക് വീണിയോട് പറയാം. ഞാനേ പറയാൻ വന്നതാ. പക്ഷേ ഏത് കാര്യത്തിന് അവള് കണക്കുകളാണല്ലോ പറയുന്നത്. ഞാൻ പറയാടാ. ഇത് നോക്കുന്നേ. എന്താ ഇത്? ഇപ്പൊ കുളിപ്പിക്കാട്ടോ. ദേ നോക്കിയേ. മോളെ, നീ ഒന്ന് എഴുന്നേറ്റ് വന്ന് ആ കുഞ്ഞിനൊന്ന് കുളിപ്പിച്ചേ. ഇനി മോളെ, നീ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനൊന്നും അറിയില്ല. ആർക്കും ഇതൊന്നും നേരത്തെ അറിയണമെന്നൊന്നുമില്ല. അമ്മമാരായതിനു ശേഷം ഇതുപോലെ തുറന്നു ശീലിക്കുന്നത്. എനിക്ക് അതിനൊന്നും പറ്റില്ല. എന്തിനിങ്ങനെ കൂടെ കൂടെ ഓരോന്നിനും നിർബന്ധിക്കുന്നേ? എടി, അതൊരു കുഞ്ഞു ജീവനല്ലേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതുകൊണ്ടൊക്കെ തന്നെയാ അതിനെ ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ ഞാൻ പറഞ്ഞത്. അപ്പം തട്ടിപ്പറിച്ച് കൊണ്ടുവന്നവര് എന്റെ തലയിലോട്ട് കയറാൻ നിൽക്കുന്നു. ഇത്രയും വൈരാഗ്യം ആ പിഞ്ചു കുഞ്ഞിനോട് കാണിക്കേണ്ട കാര്യം എന്താ? ഒന്ന് പോകുന്നുണ്ടോ? എല്ലാം നോക്കിക്കോളാം വളർത്തിക്കോളാന്ന് നിങ്ങൾ രണ്ടുപേരല്ലേ പറഞ്ഞത്? കുളിപ്പിക്കോ ചന്തം ചാർത്തോ എന്താന്ന് വെച്ചാ ചെയ്തോ. എനിക്കൊന്നും അറിയണ്ട. ചക്കര മോളെ, ദേ നോക്കിയേ. കിളിക്ക് നോക്കിയേ. സമ്മതിച്ചില്ല അല്ലേ? ഇല്ലടാ. അതെ, ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമുക്ക് ആരെങ്കിലും ഒന്ന് സഹായത്തിന് വെക്കാന്ന്. വേണ്ട, അമ്മവൻ കുറച്ച് വെള്ളം ചൂടാക്ക. ചെറിയ ചൂട് മതി. ഈ അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മളും പഠിക്കണമല്ലോ. അമ്മാവ, എന്റെ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടതും ഒരുക്കേണ്ടതും ഒക്കെ ഞാൻ തന്നെയാ. നമുക്ക് കുളിക്കാമോ? കുളിക്കാമോ? വാ, നമുക്ക് വെള്ളം ചൂടാക്കി കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വരാം കേട്ടോ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് തൽക്കാലം പുറത്തു കിടക്കുക. അതിനുശേഷം ഞങ്ങൾ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ബുദ്ധിമുട്ടാണ്, പക്ഷേ നിങ്ങളുടെ ടെൻഷൻ മനസ്സിലാക്കാതെ പറ്റില്ലല്ലോ. പറഞ്ഞൊരു കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോ അയാള് കൂടുതൽ അപകടകാരിയായി കൊണ്ടിരിക്കുക. അമ്മയുടെ നേർക്കൊക്കെ തോക്കെടുത്ത് ചൂണ്ടാന്ന് വെച്ചാ എല്ലാ അതിരുകളും ലംഘിച്ചു എന്നുള്ളതിന്റെ തെളിവാ. ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ആ പെൺകുട്ടി സേഫ് അല്ല. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള അയാളുടെ മാനസികാവസ്ഥ അവളെ ചുറ്റിപ്പറ്റി മാത്രമാണ്. തീർത്തും ഒരടിമയായി, അതും ഇക്കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഡോക്ടർ. ഭക്ഷണം എടുത്തു വെച്ചാൽ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി.
ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. തൽക്കാലം അയാളുടെ ഈ എക്സൈൻഡോസിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ തീവ്രതയൊന്ന് കുറയ്ക്കണം. ഞാനൊരു മരുന്ന് എഴുതി തരാം. ഒരു കാരണവശാലും അത് നേരിട്ട് കൊടുത്താൽ അയാൾ കഴിക്കില്ല. ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ശാരീരികമായി ഒരല്പം തളർച്ചയുണ്ടാവും. മനസ്സ് മുന്നോട്ട് കുതിച്ചാലും ശരീരം അതിനൊപ്പം പോകാത്തൊരവസ്ഥ. ചില പേഷ്യൻസിന് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ വീണ്ടും വിചാരം ഉണ്ടാകാറുണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എനിവേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആരും അറിയാതെ ആ മരുന്ന് അയാളുടെ ഉള്ളിലെത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് അയാളെ എന്റെ മുന്നിലേക്ക് എത്തിക്കാനെങ്കിൽ അതുകൊണ്ട് സാധിച്ചേക്കും. സോ അത്തരമൊരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ? ഞങ്ങൾ തയ്യാറാണ്. അവന്റെ മനസ്സിലെ തോന്നലുകളെല്ലാം പരിപൂർണമാക്കി മാറ്റിയെടുത്ത് അവൻ ഒരു നല്ല മനുഷ്യനാക്കണമെന്ന ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എന്നാ ഓക്കെ. മരുന്ന് പുറത്ത് ഫാർമസിന്ന് വാങ്ങിക്കോളൂ. ഇപ്പോഴുള്ള ഈ അവസ്ഥ വിട്ട് കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. പിന്നെ അയാളുടെ സമ്മതത്തിന് കാത്തു നിന്നിട്ട് കാര്യമില്ല. ബലമായിട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യണം. താങ്ക് യു ഡോക്ടർ. നിങ്ങൾ പ്രതീക്ഷ ഒന്നും കൈവിടണ്ട. നമുക്കിത് ക്യൂർ ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഡോക്ടർ. ശരി എന്നാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.